കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച് തെറ്റെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പോസ്റ്റ് ഉണ്ടാക്കിയവരെ ആദ്യം കണ്ടെത്തണം, അതിന് പോലീസിന് കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇതിനുശേഷം പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണം. കാഫിർ വിഷയത്തിൽ ആദ്യം മുഹമ്മദ് റിയാസിനെയാണ് ലീഗ് നേതാവ് ആക്ഷേപിച്ചതെന്നും MV ജയരാജൻ പറഞ്ഞു. ഈ കാഫിർ വിഷയത്തിൽ ഏറ്റവും ആദ്യം മുഹമ്മദ് റിയാസിനെ കാഫിർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് അബ്ദുറഹിമാൻ കല്ലായിയാണ്. അന്ന് തന്നെ അദ്ദേഹം അങ്ങനെയൊരു വിശേഷണം നടത്തി ഒരു മന്ത്രിയെ അപമാനിച്ചതിന് നടപടി വേണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു. അങ്ങനെയൊരു കാഫിർ പ്രയോഗം പൊതുയോഗത്തിൽ അദ്ദേഹം കോഴിക്കോട് നടത്താൻ ഇടവന്നത് മുഹമ്മദ് റിയാസ് വീണ വിജയനെ വിവാഹം കഴിച്ചതാണ്. അപ്പം കാഫിർ എന്നത് UDF ഒരു പ്രയോഗമായിട്ടാണ് നമ്മൾ കണ്ടത്. ഇനി വടകരയിൽ നടന്നത് സംബന്ധിച്ച് പരിശോധിച്ചാൽ UDF സ്ഥാനാർത്ഥിയും അവരുടെ പ്രചാരകന്മാരും ശൈല ടീച്ചർക്കെതിരായി വ്യക്തിഹത്യ അടക്കം നടത്തുന്ന പ്രചാരവേല ശക്തമായി നടത്തിയിരുന്നു. അതിൽ മേൽ കേസുമുണ്ട്, അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അതുപോലെ ഒന്നാണ് കാഫിർ എന്ന വിശേഷണത്തോടു കൂടി ഒരു വാട്സപ്പ് പോസ്റ്റ് വന്നത്. ആ പോസ്റ്റ് ആരാണ് ആദ്യം ഒറിജിനേറ്റ് ചെയ്തത് അതിതുവരെ പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കണ്ടെത്തുകയും അതിന്മേൽ നടപടി സ്വീകരിക്കുകയുമാണ് ഏറ്റവും പ്രധാനം. പോലീസിന് അത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഫേസ്ബുക്ക് ഉടമക്കും വാട്സപ്പ് ഉടമക്കുമെല്ലാം ഇത് സംബന്ധിച്ച് പോലീസ് കത്തയച്ചതായി പറയുന്നുണ്ട്. അപ്പോൾ കാഫിർ പ്രയോഗ ആദ്യത്തെ പോസ്റ്റ് ആരാണോ സൃഷ്ടിച്ചത് അവരുടെ പേരിലുള്ള നടപടിയും പിന്നീട് ഷെയർ ചെയ്തവരെ കണ്ടെത്തുകയുമാണ് വേണ്ടത്. അത് കണ്ടെത്തിക്കഴിഞ്ഞാലാണ് ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ സൂചനയുണ്ടാവുക. ഇനി അത് ആര് പോസ്റ്റ് ചെയ്താലും അത് തികച്ചും തെറ്റാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മാത്രം സഹായിക്കുന്ന ഒരു നടപടിയാണ്. ഈ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർക്ക് നടപടിയെടുക്കാൻ ധൈര്യമുണ്ട്, അങ്ങനെ ഒരു ധൈര്യം കാണിക്കുമോ പാർട്ടി? ഇല്ല, കോൺഗ്രസിൻ്റെ ആരാണ് ഇത് പോസ്റ്റ് ചെയ്തത്? ആരാണ്? അല്ല, ഞാൻ പറഞ്ഞത് പ്രചരിപ്പിച്ചവർക്കെതിരെ. അതെ, നിങ്ങളെ മീഡിയ ഒരു സാധനം പോസ്റ്റ് ചെയ്യുന്നു, അത് നിങ്ങൾ പോസ്റ്റ് ചെയ്തത് തെറ്റായ കാര്യമാണ്. അത് ഒറിജിനേറ്റ് ചെയ്ത് MV ജയരാജനാണെന്ന് വിചാരിക്കുക. നിങ്ങൾ MV ജയരാജൻ്റെ പേരിൽ നടപടി എടുക്കണമെന്നല്ലേ പറയുക? അതല്ലേ പറയുക? പ്രചരിപ്പിച്ചവരും തെറ്റ് തന്നെയല്ലേ? അല്ല, അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്ത് ജയരാജനെ കണ്ടെത്തട്ടെ. അതോടൊപ്പം പ്രചരിപ്പിച്ചവരും തെറ്റാണ് ചെയ്തത്. അങ്ങനെ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ, അയാൾക്കെതിരെ ഒരു നടപടി എടുക്കാൻ പാർട്ടി ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായി